CPM-ഉം CPI-യും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു പ്രോഗ്രാമിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ, പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് ബി തന്നെയാണ്. തിരുവനന്തപുരത്ത് MBBS പഠിച്ചു, അത് ഇനി PGക്ക് അഡ്മിഷൻ കിട്ടുക ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് PGക്ക് അഡ്മിഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വഞ്ചകൻ അടുത്ത് കൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി എന്ന് കരുതി അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ പണത്തിന് വേണ്ടി തല്ലി തകർത്ത ദുഷ്ടന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇടതുപക്ഷം എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടരും മോശമല്ല. എവിടെയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി? കേരളത്തിൻ്റെ തലയിലേക്ക് ഞാൻ ഇത്രയും ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിനെ ഇതുവരെ വരിഞ്ഞു മുറുക്കുന്നു. TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം കൊടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ്. ഈ സമരത്തിൻ്റെ കാരണം എന്താണ്? ഈ കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ, പ്രതിഷേധിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. എന്തിനാണ് എന്ന് മനസ്സിലായില്ല. അപ്പോൾ അയാൾ സാറേ അതേതാ സാറേ ഇതിൻ്റെ കേസ്? സാറേ അത് കൊടുത്താലേ റെയിൽവേ പുറമ്പോക്കി താമസിക്കുന്ന ആളാ, ആ കണക്ഷൻ കൊടുത്താൽ റെയിൽവേ പോലീസ് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. സാറ് വരത്തില്ലല്ലോ എന്നെ ഇറക്കാൻ, എന്നെ ആരാ സാറേ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്ന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പോടാ എന്ന് പറയാൻ, നീ പോടാ എന്ന് പറയാൻ ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുൾപ്പെടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, സംസ്ഥാന തലത്തിൽ ഭാരവാഹിത്വങ്ങളും പ്രധാന ചുമതലകളും നേതൃത്വവും വഹിക്കുന്ന മറ്റൊരു കേരള കോൺഗ്രസും ഇല്ല എന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയും. മറ്റെല്ലാ കേരള കോൺഗ്രസുകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു നിറമുണ്ട്, ഒരു ജാതിയുടെ മതത്തിൻ്റെ നിറമുണ്ട്. നമ്മളെ സംബന്ധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും നേതൃത്വം കൊടുക്കുന്ന, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാധാന്യമുള്ള, അവർ നയിക്കുന്ന ഒരു സെക്കുലർ രാഷ്ട്രീയ കേരള കോൺഗ്രസ് ഏത് എന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് ബി തന്നെയാണ് എന്ന അഭിമാനത്തോടെ നമ്മുടെ നിലപാടുകളും അങ്ങനെയാണ്. ഒരു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ചെയർമാനായ ശേഷം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ പിന്തുടർന്നുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ശ്രീ പൂജപ്പ രാധാകൃഷ്ണൻ്റെയും ശ്രീ പാച്ചല്ലൂർ ജയചന്ദ്രൻ്റെയും അതുപോലെ സുജാലക്ഷ്മി, നിബുവും എല്ലാവരും, യുവാക്കളും എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനാണ് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി ശ്രമിക്കുന്നത്. ഞാൻ മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സമരങ്ങളും പ്രതിഷേധങ്ങൾക്കുമൊക്കെ അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യനെ കൈപിടിച്ചുയർത്താനായിരിക്കണം കേരള കോൺഗ്രസ് ബിയുടെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആ സന്ദേശം നിങ്ങൾക്ക് ഞാൻ തരികയും ചെയ്തു. അതനുസരിച്ച് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരള കോൺഗ്രസ് ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള കൊല്ലം ജില്ലയ്ക്ക് ഒപ്പമെത്താൻ കുറഞ്ഞ ദിവസങ്ങൾ, കുറഞ്ഞ നാളുകൾ കൊണ്ട്, കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനകരമായ കാര്യം. വീടുകൾ വെച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം മുടങ്ങുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ, പിന്നെ വലിയ സമ്മാനങ്ങളും അംഗീകാരവും നേടുന്ന കുട്ടികളെ ആദരിക്കുന്ന കാര്യത്തിലെല്ലാം, നമ്മൾ രക്തദാന ക്യാമ്പ്, അതുപോലെ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ വർഗീയ ശക്തികളെ ചെറുക്കുന്നതിനുള്ളതും ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതുമായ നിയമനിർമ്മാണങ്ങളടക്കം ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുവാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം, ഇടതുപക്ഷ ജനാധിപത്യത്തിനൊപ്പം സജീവമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി, കരുത്ത് തെളിയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ മാറാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ഉം CPI-യും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു പ്രോഗ്രാമിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ, പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയായി കേരള കോൺഗ്രസ് ബി തന്നെയാണ് ഒരു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിൽ അഭിമാനമുണ്ട്. അതിനിടയാക്കിയ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പാർട്ടി ഓഫീസ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നല്ല നിലയിൽ വിജയിക്കുന്ന കുഞ്ഞുങ്ങളെ അനുമോദിക്കൽ എന്നതിനൊക്കെ ഉപരിയായി പാർട്ടി ഓഫീസിന് പ്രധാനമായി നമ്മൾ ഉപയോഗിച്ചത്, പാർട്ടി ഓഫീസിൻ്റെ ഹാളും സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ചത് അനേകം കുട്ടികളെ PSC പരീക്ഷയിൽ സൗജന്യമായി പരിശീലനം നൽകുന്നതിനാണ് നമ്മൾ ശ്രമിച്ചത് എന്നത് ജില്ലാ കമ്മിറ്റിയുടെ ഒരു നല്ല പ്രവർത്തനം. യൂത്ത് ഫ്രണ്ട് അതിന് നേതൃത്വം കൊടുക്കുകയും നിബുവിൻ്റെ നേതൃത്വത്തിൽ പൂജപ്പുരയും പാച്ചല്ലൂരും എല്ലാവരും ചേർന്നുകൊണ്ട് അനേകം കുഞ്ഞുങ്ങളെ PSC കോച്ചിങ് നൽകി. ഏറ്റവും മിടുക്കരായിട്ടുള്ള 4 പേര് അതിൽ നിന്ന് 4 പേർ 110ഓളം കുട്ടികളെ ജോലിയിൽ കയറി കഴിഞ്ഞു. ബാക്കി 4 പേര് PSC ലിസ്റ്റിൽ വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ
ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി കാശ് കൊടുത്ത് പഠിക്കാനില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി സൗജന്യമായി പഠനം നടത്തി അതിൽ നിന്നും ഒരാൾ GSTയിൽ ജോലി കയറി ബാക്കി 4 പേര് ലിസ്റ്റിൽ വന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുവാൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അത്തരം പ്രവർത്തനങ്ങളെ ഇതാണ് രാഷ്ട്രീയം. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉയരാൻ അവസരം ഉണ്ടായി കൊടുക്കുക, ഒരു മനുഷ്യനെ പഠിച്ചു വളരാൻ സഹായിക്കുക, അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്ന പെൺമക്കളുമായി വിഷമിക്കുന്ന അമ്മമാരെ സുരക്ഷിതരാക്കാൻ ശ്രമിക്കുക. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കാണ് ഇനി ഇന്ത്യയിൽ സാധ്യതയുള്ളത്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആ നിലയിൽ നീങ്ങണം. പാവങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പുന്ന, അവർക്ക് സ്നേഹം പകരുന്ന, അവർക്ക് ധൈര്യം പകരുന്ന, അവർ വിശ്വാസം പകരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മൾ മുന്നോട്ട് പോകണം. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ സ്വഭാവമുണ്ട്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതിൽ ജാതിയില്ല, അതിൽ മതമില്ല. എല്ലാവരും സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, എല്ലാവരും. പക്ഷേ എല്ലാവരെയും ഒരുപോലെ കാണാനും അവരെ ഒരുപോലെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും അവരുടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കാനുമാണ്. സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇഷ്ടംപോലെ സമരം ചെയ്ത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവച്ചൊരു നാടാണത്. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുത്തത്, ഈ സമൂഹത്തിലെ ഒരു സോഷ്യലിസം പല കാര്യങ്ങളിലും ഉണ്ടായത്, പല അനാചാരങ്ങൾക്കെതിരെ പൊരുതിയത് നമ്മുടെ നാട്ടിലെ സമരങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ആ സമരത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി മനുഷ്യന് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു വഴിയിലേക്ക് നമ്മൾ നീക്കണം. അതിനാണ് PSC കോച്ചിങ് നടത്തിയതും കുറച്ച് കുട്ടികൾ അതിലൂടെ വിജയിച്ച് കയറിയതും റാങ്ക് ലിസ്റ്റിൽ വന്നതുമൊക്കെ നല്ല ഗുണമുള്ള കാര്യമാണ്. കാരണം ജീവിക്കാൻ അവർക്കൊരു വഴി ഉണ്ടാവുകയാണ്. അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, ഒരുപാട് തൊഴിലവസരങ്ങൾ ഇനി നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ തൊഴിലവസരത്തിൽ നമ്മുടെ യുവാക്കളും യുവതികളും കടന്നു വരികയും അവരുടെ കൂടി ഓരോ കുടുംബത്തിലും വെളിച്ചം എത്തുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട സങ്കല്പം. വികസനം എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായ വികസനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് നല്ല റോഡുകൾ, സ്കൂളുകൾ, മറ്റ് സൗകര്യങ്ങൾ, ആശുപത്രികൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇനി നമുക്ക് വേണ്ടത് കൂടുതൽ തൊഴിലവസരങ്ങളാണ്. ഏതൊക്കെ സാഹചര്യത്തിൽ ആരൊക്കെ 1-2 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങിയാൽ പോലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ 2 പേരെ ജോലിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംരംഭം ഒരാൾ ആരംഭിക്കുകയാണ്. ഒരു പ്രവാസി അല്ലെങ്കിൽ സ്വദേശിയായ ഒരാൾ, പ്രവാസിയാണ്, സ്വദേശികൾക്ക് ചെറുപ്പക്കാർ 2 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ 2 കുടുംബങ്ങളിലേക്ക് ഒരു ആശ്വാസത്തിൻ്റെ വെളിച്ചമെത്തും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത് അങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കുക, 2 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഹോട്ടൽ തുടങ്ങണം ഒരാൾ, നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം ആ 2 പേര് അവിടെ ജോലി ചെയ്യുമ്പോൾ അവരെ വീട്ടിൽ നാളെ മുതൽ പട്ടിണി ഉണ്ടാവില്ല, അവരെ ചിലവിന് പൈസ ഉണ്ടാവും, അവരെ വീട്ടിൽ ആഹാരത്തിന് വക ഉണ്ടാവും, അവർക്കൊരു സുഭിക്ഷതയുണ്ടാകും. ആ മനസ്സിലൊരു സമാധാനം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും സംരംഭം തുടങ്ങാതെ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കെല്ലാവർക്കും തുടങ്ങാൻ പറ്റൂ, പാർട്ടിക്ക് സംരംഭം തുടങ്ങാൻ പറ്റൂല. അപ്പോൾ നമ്മൾ തുടങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കാനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ അനേകർക്ക് തൊഴിൽ ലഭിക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ തൊഴിൽ ലഭിക്കും. എല്ലാവരും IT മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റിയ ആളുകളല്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, തൊഴിലുറപ്പിന് പോകുന്ന സഹോദരിമാർ, കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവർ, ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ചെറുപ്പകാലങ്ങളിൽ വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസം നേടാൻ അവർക്ക് കഴിയാതെ 18 വയസ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ആരും അറിഞ്ഞില്ലെങ്കിൽ 18 വയസ്സിന് മുമ്പോ തൻ്റെ പെൺകുട്ടിയെ ആരുടെയെങ്കിലും ഒരാളുടെ തലയിൽ കെട്ടിവെച്ച് വിടുക, പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ, പ്രീ ഡിഗ്രി +2 പോലും പൂർത്തിയാക്കാൻ കഴിയാതെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ടുന്ന ഒരു സംസ്കാരവും സമൂഹമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിൻ്റെ അപകടം നമ്മൾ ഒരുപാട് അനുഭവിക്കുകയാണ്. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതി വന്നപ്പോൾ വലിയ ആഗ്രഹത്തോടെ ആളുകൾ, സ്ത്രീകൾ രംഗത്ത് വന്നു. കുടുംബശ്രീയുടെ കൂട്ടായ്മകളിൽ സ്ത്രീകൾ സജീവം തന്നെയാണ്. ഒരു വരുമാനം, ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പോരാടേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ ഏറ്റവും കുറഞ്ഞതൊരു ഡിഗ്രിയെങ്കിലും എടുക്കാതെ വിവാഹം കഴിക്കാൻ അനുവദിക്കാൻ പാടില്ല. നിങ്ങൾ അതിനുവേണ്ടി പ്രചരണം നടത്തണം. പ്രത്യേകിച്ച് വനിതാ വിഭാഗത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രചരണം നടത്തേണ്ടത്, ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെയും ഡിഗ്രി കഴിയാതെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാൻ പാടില്ല. അടുത്തത്, സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇടപാടിലും നമ്മൾ പങ്കെടുക്കരുത്. സ്ത്രീധനം കൊടുത്ത് നടത്തുന്ന ആഡംബര വിവാഹങ്ങളിൽ പങ്കെടുക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. കാരണം നമ്മൾ അത്തരം കാര്യങ്ങൾ, സ്ത്രീധനം, ഞാൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ചുമതലയുള്ള ആളാണ്, NSS ഡയറക്ടർ ബോർഡിലുണ്ട്. എനിക്ക് NSS ജനറൽ സെക്രട്ടറി എന്ന നിർദ്ദേശം, ഒരു സ്ത്രീധന ഇടപാടുകളിലും കരയോങ്കാർ ഇടപെടാൻ പാടില്ല. ഞാൻ കർശന നിർദ്ദേശമാണ്. സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ, കൊടുക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ തർക്കം തീർക്കുന്ന കാര്യത്തിൽ ഒന്നും തന്നെ
സമുദായ നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമാണ്. കാരണം അത് നല്ലൊരു ശീലമല്ല. അത്തരം ശീലങ്ങളെ നമ്മൾ എവിടെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സ്ത്രീധനം വാങ്ങിയും കൊടുത്ത് നമ്മൾ കാണുന്ന ദുഃഖകരമായ കാഴ്ചകളുണ്ട്. സ്ത്രീധനത്തിന് വേണ്ടി വലിയ ഉന്നത ഡിഗ്രിയുള്ള തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയാണ്. തിരുവനന്തപുരത്ത് MBBS പഠിച്ചു, അത് ഇനി PGക്ക് അഡ്മിഷൻ കിട്ടുക ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് PGക്ക് അഡ്മിഷൻ വേണ്ടി പഠിച്ചു വരുമ്പോൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞൊരു വഞ്ചകൻ അടുത്ത് കൂടുമ്പോൾ സ്നേഹം കൊണ്ട് തനിക്കൊരു നല്ല സുഹൃത്തിനെ കിട്ടി എന്ന് കരുതി അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നം കണ്ട ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളെ പണത്തിന് വേണ്ടി തല്ലി തകർത്ത ദുഷ്ടന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാർത്ഥന്മാരുടെ. അയാളും ഡോക്ടറാ, ആ കൊച്ചും ഡോക്ടറാ. രണ്ടുപേരുടെ ജോലി ചെയ്താൽ BMW ബെൻസോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് സന്തോഷം. അല്ലാതെ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ ഒരു കാളയും പശുവിനെയും വാങ്ങാൻ ചന്തയിൽ പോകുന്ന പോലെ പെൺകുട്ടികൾക്ക് വില പേശുന്ന ഒരു നാടായി നമ്മൾ മാറരുത്. വടക്കേ ഇന്ത്യക്കാണ് പോട്ടെന്ന്. വിദ്യാസമ്പന്നരായ നമ്മൾ, സാംസ്കാരിക രംഗത്ത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നമ്മൾ ഇത്തരം നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ എതിർക്കണം. ഞാനിത് പറയുന്ന പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ പാർട്ടിയുടെ നേതാക്കളോടും പ്രവർത്തകരോടും ഞാൻ ഇതൊരു ആഹ്വാനമായി കാണണം. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ എതിർപ്പുള്ള നിലപാട് സ്വീകരിക്കണം. നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു, സമുദായങ്ങളിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു. എല്ലാ അനാചാരങ്ങൾക്കെതിരെ പോരടിയ ഒരുപാട് മഹാന്മാരുണ്ട്. അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, അയ്യാഗുരു, ഇങ്ങനെ ഒരുപാട് പേര് പോരാടിയത് കൊണ്ടാണ് നമ്മളെ പല അനാചാരങ്ങളും മാറിയത്. ശ്രീനാരായണ ഗുരുദേവൻ നെയ്യാറ്റിൻകരയിൽ സമ്പന്നരായ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് ബാല്യകാല വിവാഹം നടത്തുമ്പോൾ അവിടെ കടന്നു ചെന്ന് അത് അവിടെ ഇരുന്ന് നിർബന്ധപൂർവ്വം തടസ്സപ്പെടുത്തിയ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണിത്. അനാചാരങ്ങൾക്കെതിരെയാണ് ഗുരുദേവൻ പ്രവർത്തിച്ചത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴും അനാചാരങ്ങൾ നിലനിൽക്കുകയാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു അനാചാരമാണ്, അന്ധവിശ്വാസം പോലെയാണ്. അത് ഒരു പെൺകുട്ടിയുടെ പണം വാങ്ങി ജീവിക്കാൻ ലജ്ജയില്ല. ആൺകുട്ടികൾ, പുരുഷന്മാർ അധ്വാനിച്ചാണ് ഭാര്യയ്ക്ക് ലെവൻ കൊടുക്കേണ്ടത്. അല്ല, ഭാര്യയുടെ അച്ഛൻ തരുന്ന പൈസയ്ക്ക് അവളെ നോക്കാൻ എന്താ പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ വേണം നോക്കാൻ ഏൽപ്പിക്കാൻ? നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ വീട്ടിൽ പൂച്ചയെ വളർത്തും, പട്ടിയെ വളർത്തും. ഇവിടെയെങ്കിലും ദൂരയാത്ര പോകുമ്പോൾ നമ്മൾ അതിന് ചില സെൻറ്ററുകളിൽ കൊണ്ടുവിടും. വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. കൊണ്ടുവിട്ടാൽ അവർ നോക്കിക്കോളും, പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതുപോലെ കൊണ്ടു നിർത്താനുള്ളതാണോ നമ്മുടെ മക്കൾ? നമ്മൾ പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ വല്ല വീട്ടിലും കൊണ്ടുപോയി വിലയ്ക്ക് വിൽക്കാനാണോ നമ്മൾ നടക്കുന്നത്? എന്താ നമുക്കത്ര ഭാരമുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട്? അതുകൊണ്ട് ഒരു കാരണവശാലും സ്ത്രീധനം പോലുള്ള കാര്യങ്ങൾ കൂട്ടു നിൽക്കാൻ പാടില്ല. അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നിടത്ത് നിങ്ങൾ പോകരുത്, നിങ്ങൾ അതുമായി സഹകരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മാതൃകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാണ്. നമ്മുടെ പാർട്ടി പ്രവർത്തകരോടും നേതാക്കളോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീധനം ചോദ്യം കൊടുക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞ എനിക്ക് പോടാ എന്ന് പറയാൻ, നീ പോടാ എന്ന് പറയാൻ നമ്മൾ കുട്ടികളെ, അമ്മമാരെ, സഹോദരന്മാരെ പ്രോത്സാഹിപ്പിക്കണം. അതായത് നമ്മുടെ പാർട്ടിയുടെ നിലപാടായിട്ട് നമ്മൾ പറയണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുപോലെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഡിഗ്രി എങ്കിലും കഴിയാതെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു 23 വയസ്സ് 22 ഒന്നും സംഭവിക്കില്ല. മൂത്ത് നരച്ച് പോവില്ല, വീട്ടിൽ നിന്ന് പോവില്ല, ഒന്നുമില്ല. കാത്തു നിൽക്കും. പഠിച്ച് വിദ്യാഭ്യാസം നേടി നല്ല ഒരു ഉദ്യോഗം നേടി വരുന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആളുകൾ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാൻ കാത്തു നിൽക്കും. MBBS കഴിഞ്ഞ് MDക്ക് പഠിക്കുന്ന കുട്ടിക്ക് സ്ത്രീധനം കൊടുക്കാൻ ആലോചിച്ചതും തെറ്റ്. ആ കുട്ടിയിൽ നിന്ന് പണം വാങ്ങാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ കൊടുച്ചിരി എന്തെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിച്ചതും തെറ്റ്. ഒന്നും കൊടുക്കാൻ പാടില്ല. വിദ്യ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യവതിയായി മാറിയ ആ കുട്ടിയുടെ ജീവിതം തകർത്ത് നമ്മൾ മറക്കരുത്. കാറിൻ്റെ പെട്രോളിന് മൈലേജ് കുറഞ്ഞെന്ന് പറഞ്ഞാണ് വിസ്മയ എന്ന കുഞ്ഞിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കണ്ടു മറന്നു പോകേണ്ട കാര്യങ്ങളല്ല. കണ്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ഇനി ഇത്തരത്തിലുള്ള വിസ്മയമാരൊന്നും ഉണ്ടാകരുത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ കണ്ടു അന്നൊരു സംഭവം നടന്നാൽ അത് കഴിഞ്ഞു, പിന്നെയും ഇതൊക്കെ തന്നെ നടക്കുന്നു. വിസ്മയുടെ സംഭവത്തിന് ശേഷമാണ് വിദഗ്ധനായ ഡോക്ടർ 10 ലക്ഷം രൂപയും പിന്നെ 5 പവൻ്റെ സ്വർണവും BMW കാറും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇവനൊക്കെ നാണമുണ്ടോ? ഈ വിസ്മയ എന്ന് പറയുന്ന കുട്ടിയെ, നിഷ്കളങ്കയായ കുഞ്ഞ് ജീവിതം അവസാനിപ്പിച്ച് കണ്ട നാട്ടിൽ, അതെല്ലാം പത്രങ്ങളിലും TV യിലും എല്ലാം കണ്ടതിനെതിരെയുള്ള രോക്ഷം, സമൂഹത്തിലെമ്പാടുമുള്ളവർ നടത്തിയ രോക്ഷം കണ്ടിട്ട് അതവിടെ നിൽക്കട്ടെ, നമുക്കതല്ലല്ലോ, അത് അവരുടെ കാര്യം. നമ്മളെ കാര്യം വരുമ്പം നമുക്കിങ്ങനെയൊന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ലജ്ജാകരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർക്കാർ ചെലവിൽ പഠിച്ചവൻ, സർക്കാർ ചെലവിൽ, നിങ്ങളുടെയും എൻ്റെയും ചെലവിൽ, നികുതി കൊടുക്കുന്ന നമ്മുടെ ചെലവിൽ പഠിച്ചവൻ, അങ്ങനെയുള്ളവരെ നമ്മൾ
സമൂഹത്തിൽ അവരെ മാറ്റി നിർത്തണം. ഇനിയൊരു വിവാഹം അവിടെ ആലോചിച്ചാലും പോകരുത്. കാരണം ഇത്തരത്തിലൊരു ദുഷ്ടന് ഇനി പെണ്ണ് കൊടുക്കാൻ പാടില്ല. അവൻ ദുഷ്ടനാണ്. കാരണം അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഉപദ്രവിക്കും. ഇതുപോലൊരു കച്ചവടക്കാരന്, ഒരു പശുവിനെ കച്ചവടം നടക്കുന്നവർക്ക് സ്ത്രീയെ കച്ചവടം നടത്താൻ ശ്രമിക്കുന്നവൻ നാളെ ഇതുപോലൊരു കച്ചവടം നടത്തും. ഡോക്ടർ അല്ലേ, അവന് വലിയ പൈസ കിട്ടും, എന്നാൽ എൻ്റെ മോളെ 50 ലക്ഷവും 5 കിലോ പവനും കൊടുക്കാൻ, സ്വർണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് മണ്ടന്മാർ ഈ നാട്ടിൽ വേറെ കാണും. അങ്ങനെയുള്ള മണ്ടന്മാരാവരുത് എന്നെനിക്ക് പറയാനുണ്ട്. നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതേതരത്വം നിലനിർത്തുക. ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമായിട്ടുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, എം പിമാരെല്ലാം സമരം ചെയ്യുകയാണ്. നമ്മുടെ മിക്കവാറും എല്ലാ എം പിമാരെയും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്. ഈ രാജ്യം ഭരിക്കുന്നവരോട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഒരു പാർലമെൻറ്റ് മന്ദിരത്തിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലും നമ്മൾ വിശേഷിപ്പിക്കുന്ന സുപ്രീം കോടതിയോളം തന്നെ പ്രാധാന്യമുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് 2 ചെറുപ്പക്കാർ ചാടി വരികയാണ്. അവർ ഗാലറിയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയല്ല, എം പിമാരിരിക്കുന്ന ഹൈ സെക്യൂരിറ്റി ഏരിയയിലേക്ക് ചാടി ഇറങ്ങുകയാണ്. അവരെ പിടിച്ചു നിർത്തുന്നത് എം പിമാർ തന്നെയാണ്. പോലീസ് അവരെ പിടിച്ചുകൊണ്ടുപോയി നിയമപരമായ നടപടികൾ മുന്നോട്ട് പോയിട്ട്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കും ഇന്ത്യ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കും എന്താണ് സംഭവിച്ചത്? ഇവരാരായിരുന്നു, എന്തിനു വന്നു, എങ്ങനെ കടന്നു കയറി, ആരുടെ തെറ്റാണ് എന്ന് രാഷ്ട്രീയ ഭേദമന്യേ പാർലമെൻറ്റിലിരിക്കുന്ന മുഴുവൻ എം പിമാരോടും പറയുവാൻ എന്തിനു ലജ്ജിക്കണം, എന്തിനു ഒളിച്ചോടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം കേരളത്തിൽ നിന്നടക്കമുള്ള പ്രതിപക്ഷത്തുള്ള മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ ഏതാണ്ട് മുഴുവൻ എം പിമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ പിടിച്ചുകെട്ടി മുന്നോട്ട് പോകാം എന്നാരും കരുതണ്ട. BJP നടത്തുന്ന ഭരണത്തിൽ ഇപ്പം ഞാൻ കേരള നിയമസഭയിലിരിക്കുന്ന ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ ഇത് കണക്ക് ഒരു ബഹളം നടന്നാൽ ആഭ്യന്തരമന്ത്രി ഉടൻ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടുത്ത് എന്താണ് സംഭവിച്ചത് അറിയാനുള്ള അവകാശം എം പിമാർക്കുണ്ട്. എം പിമാർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവകാശമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഹൈ സെക്യൂരിറ്റി ഏരിയ പാർലമെൻറ്റിനുള്ളിൽ ഈ പുക വന്നു എന്ന് പറയുന്നത്, ഈ പുക ഒരു വിഷപ്പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? നിറമുള്ള പുകയിൽ ഒതുങ്ങിയെന്ന് പറയുന്നു, പക്ഷേ വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നുമായിരിക്കും ഇന്ത്യൻ? പുക വന്നു, ആ പുക വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിലെ രംഗം എന്തായിരുന്നിരിക്കും? എത്ര എം പിമാർക്ക് അപകടം സംഭവിക്കുമായിരുന്നു? അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച നടക്കുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു? ആരുടെ വീഴ്ചയാണ്? അവരുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഈ വന്നവരാരാണ്? അവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നറിയാൻ ഇന്ത്യയിലെ പാർലമെന്റിൽ പോകുന്ന എം പിമാർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുണ്ട്, അധികാരമുണ്ടോ ചോദിക്കാൻ. അത് ചോദിക്കുന്നവരെയെല്ലാം സസ്പെൻഡ് ചെയ്ത് ജനാധിപത്യത്തിൻ്റെ ചിറക്, 2 ചിറക്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചിറകടിച്ചാലേ ജനാധിപത്യം മുന്നോട്ട് പറക്കൂ. ഒരു ചിറക് അങ്ങ് അരിഞ്ഞാൽ കിളി അവിടെ വീഴും. അതാദ്യം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയല്ല, പ്രധാനമന്ത്രി തന്നെ വന്ന് പാർലമെൻറ്റിൽ വന്നിട്ടുള്ളൊരു വീഴ്ചയെക്കുറിച്ച് പറയാൻ. ഇപ്പോൾ എനിക്കാണ് വീഴ്ച പറ്റിയെങ്കിൽ ഞാൻ പറയണം. എന്താണ് തെറ്റ്? എവിടെയാണ് ഒളിച്ചു വയ്ക്കുന്നത്? ചെറുപ്പക്കാർ വന്നു, അവർ തീവ്രവാദികളാണോ? അവർ സമരക്കാരാണോ? അവർ വളരെ ശാന്തരായിട്ടുള്ള ആൾക്കാരാണോ? ഏതായാലും സമാധാനപരമായിട്ടൊരു സമരമല്ല. കാരണം പാർലമെൻറ്റിലേക്ക് ചാടി ഇറങ്ങുകയും അവിടെ പുകപടലങ്ങൾ ഉയർത്തുകയും ചെയ്തു. അത് വിഷപ്പുകയല്ലായിരുന്നത് നമ്മുടെ ഭാഗ്യം എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് പ്രായമുള്ള എം പിമാരും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഒരു പുക, വിഷമുള്ളൊരു പുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ എം പിമാരുടെയൊക്കെ സ്ഥിതി? എന്തായിരുന്നു? പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ? അത് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് എന്തിന് ഈ സർക്കാർ ഒളിച്ചോടുന്നു നമ്മൾ ചിന്തിക്കണം. ഇതെന്ത് ജനാധിപത്യമാണ്? ബലം പ്രയോഗിച്ച് ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് ഏകപക്ഷീയമായി പാസ്സാക്കുക. പൗരത്വ നിയമം കൊണ്ടുവന്നു, കർഷകർക്കെതിരെ നിയമം കൊണ്ടുവന്നു. ഇങ്ങനെ ജനദ്രോഹപരമായ നിയമങ്ങൾ കൊണ്ടുവന്ന് പാർലമെൻറ്റിലുള്ള മഹാഭൂരിപക്ഷത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു നയം മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല. എല്ലാവരുടെയും ശബ്ദം, ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തി എന്ന് പറയുന്ന എല്ലാ മതസ്ഥരുടെയും, എല്ലാ വിശ്വാസത്തിൻ്റെയും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശബ്ദം ഉയരുന്ന ഒരു സംവിധാനമാണ്. എതിർക്കുന്നവൻ്റെ വായടയ്ക്കുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. സംസാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. മതസ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം, അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമരങ്ങൾ ചെയ്ത് മുന്നേറിയ ഒരു രാജ്യം, ഒരു സംസ്ഥാനം, നമ്മൾ പുറകോട്ട് പോവുകയാണ്. സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന നയം, ഇപ്പോൾ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര നയം തെറ്റ് തന്നെയാണ്. കാരണം സാമ്പത്തികമായി ഒരു സർക്കാരിനെ ഞെരിച്ച്, സർക്കാരിനെ അല്ല ഞെരിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളെയാണ് ഞെരിക്കുന്നത്.
ഇവിടുത്തെ ജനങ്ങളുടെ കഴുത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കഴുത്തി മുറുക്കി പിടിക്കുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ കഴുത്തിലല്ല പിടിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ പിഴിയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിഴിയും, നിങ്ങളെ ഞെരിക്കും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ഇടതുപക്ഷ മുന്നണിയോടുള്ള വിരോധം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനുള്ള വിരോധം ഒന്നുമല്ല. വെല്ലുവിളിക്കുന്ന കേരളത്തിലെ ജനങ്ങളെയാണ്. ജാതിയും മതവും നോക്കിയിട്ടായാലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് പിന്തുണ കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യാത്ത നിങ്ങളെ കഴുത്ത് ഞെരിക്കും, ശ്വാസം മുട്ടിക്കും, പട്ടിണിക്കിടും എന്ന് ചിന്തിച്ചുള്ള പ്രവർത്തനമാണ്. ഇത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമാണ്. ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണമെന്നാണ്. എല്ലാ സൗകര്യവും ഒരു സംസ്ഥാനത്തിന് വളരാനുള്ള എല്ലാ സൗകര്യവും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കണമെന്നാണ്. അതിന് പകരം ഒരു സംസ്ഥാനത്തെയും അവിടുത്തെ ജനങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരോടാണ് മത്സരിക്കുന്നത്? കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണോ? അല്ല, ഇവിടുത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. കടം വാങ്ങാനുള്ള അവകാശത്തിൽ കൈകടത്തുക, അത് വെട്ടിക്കുറയ്ക്കുക. ഈ കടം വാങ്ങിയും മറിച്ചും തിരിച്ചു നോക്കിയാണല്ലോ സംസ്ഥാന സർക്കാരുകൾ ഈ രാജ്യത്ത് കാര്യം നടന്നത്. അല്ലാതെ ആർക്കാണ്? GST വീതം കൊടുക്കാതിരിക്കുക, അതിനോരോ ന്യായം പറയുക. ഇതിന് അടിസ്ഥാനപരമായി ബുദ്ധിമുട്ടുന്ന ആരാണ്? ധനകാര്യമന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ, നമ്മളാണോ? റേഷൻ സബ്സിഡി എല്ലാം വെട്ടിക്കുറച്ചു ആരാണ്? കേന്ദ്ര ഗവൺമെൻറ്. കോൺഗ്രസ് മോശമാണോ? ഈ പരിപാടികളെല്ലാം തുടങ്ങി വെച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA സർക്കാർ തുടങ്ങി വെച്ചാണ് റേഷൻ എല്ലാം വെട്ടിയും കുറച്ചു. എല്ലാ ആനുകൂല്യം, എല്ലാ സബ്സിഡികളും വെട്ടിക്കുറച്ച മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ. അവിടെ നിന്നോട്ട് തുടങ്ങി സ്വകാര്യവൽക്കരണം മൻമോഹൻ സിംഗ് ഉളച്ചു. എല്ലാം വിറ്റു BJP. എല്ലാ എയർപോർട്ടുകളും വിറ്റു, എല്ലാ സംസ്കാരൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു. തുടങ്ങി വെച്ചു കൊടുത്തത് കോൺഗ്രസ്. പെട്രോളിൻ്റെ വില നിയന്ത്രിക്കാനുള്ള സർക്കാരിൻ്റെ അവകാശം കമ്പനികളുടെ മുന്നിൽ പണയപ്പെടുത്തിയത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് അല്ലായിരുന്നോ? മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അല്ലേ? ഇപ്പം പരിപൂർണമായും പെട്രോളിൻ്റെ നിയന്ത്രണം എല്ലാം പോയി, ഡീസലിൻ്റെ നിയന്ത്രണം പോയി, എല്ലാം പോയി പാവപ്പെട്ടവൻ്റെ തലയിൽ കയറുക. ഇതെല്ലാം നമ്മുടെ തലയിലേക്ക് വെച്ച് തന്നതിൽ കോൺഗ്രസിനും BJPക്കും ഒരുപോലെ പങ്കുണ്ട്. BJP കൂടുതൽ ക്രൂരമായി പെരുമാറുന്നു. മറ്റൊരു വളരെ രസകരമായി GST കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചതാരാ? കോൺഗ്രസിൻ്റെ ഐഡിയ അല്ലേ? UPA സർക്കാരിൻ്റെ അല്ലേ? അതല്ലേ പിന്നീട് അവർ നടപ്പിലാക്കി തലയിൽ വെച്ച് തന്നത്. രണ്ടു കൂട്ടർ മോശമല്ല. ഇടതുപക്ഷം എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ രണ്ടു കൂട്ടർ മോശമല്ല. എവിടെയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി? കേരളത്തിൻ്റെ തലയിലേക്ക് ഞാൻ ഇത്രയും ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിനെ ഇതുവരെ വരിഞ്ഞു മുറുക്കുന്നു. TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം കൊടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിനോട് കാണിക്കുന്ന കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കും കേന്ദ്രത്തിൻ്റെ സാമ്പത്തികമായി ഉണ്ടാക്കുന്ന ഭരണ സംവിധാനം തകർക്കാനുള്ള ശ്രമത്തിനുമെതിരെ എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചില്ല? അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചാണ് ജയിച്ചത്. അത് മറക്കരുത്. മിണ്ടായിരിക്കും. അവിടെ സെൽഫി എടുത്ത് കളിക്കണം. അദ്ദേഹം പാർലമെൻറ്റിൽ പോയി സെൽഫി എടുത്ത് കളിക്കണം. അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? TN പ്രതാപൻ പ്രതികരിച്ചു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു TN പ്രതാപൻ. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും കേരളത്തിൽ നിന്നുള്ള MPയും കേരളത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു MP-ആയ ശ്രീ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിനോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെയും കേരള സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും സർക്കാരിനെ ഞെരിക്കുകയല്ല, ജനങ്ങളെ കഴുത്ത് ഞെരിക്കുന്നതിനെതിരെ അദ്ദേഹം എന്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയമോ ഒരു പ്രസംഗമോ നടത്തിയില്ല? എന്തേ? കേരളത്തിന് വേണ്ടി പറയാൻ കുറച്ചിലുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. അമേഠിയിൽ നിന്ന് അദ്ദേഹത്തെ വോട്ടിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് പാർലമെൻറ്റിലേക്ക് അയച്ചപ്പോൾ ആ നാട്ടുകാരോടുള്ളൊരു വികാരം, കേരളത്തിനോടുള്ളൊരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നതിൽ വളരെ ദുഃഖമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണ് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ഞാനായിരിക്കും നവകേരള സദസ്സ് വലിയ പങ്കാളിത്തത്തോടെ ബഹുമാനായ മുഖ്യമന്ത്രി നവകേരള സദസ്സ് നയിച്ചു പോകാൻ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉയരുന്നു. ഞാൻ ചോദിച്ചതിന് ആരും ഉത്തരം പറഞ്ഞു. ഞാൻ ഇന്നലെ പത്തനാപുരത്തും ചോദിച്ചു. എനിക്ക് മനസ്സിലാവാത്തത് UDF ഇതിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസ് തീരുമാനിച്ചതായി കണ്ടില്ല. കാരണം എല്ലായിടത്തും കരിങ്കൊടി കാണിക്കണമെന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ അദ്ദേഹം പറഞ്ഞതായി കണ്ടില്ല. പ്രതിപക്ഷ നേതാവും കരിങ്കൊടി കാണിക്കാൻ പറഞ്ഞതായി കണ്ടില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ പാണക്കാട് തങ്ങളോ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയോ കരിങ്കൊടി കാണിക്കാൻ പറഞ്ഞ യൂത്ത് ലീഗുകാർ എവിടെയും കരിങ്കൊടി കാണിക്കുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ UDFിനോട് നിൽക്കുന്ന വിഭാഗത്തിൻ്റെ നേതാവായ PJ ജോസഫ് സാറ് കരിങ്കൊടി കാണിക്കാൻ ആഹ്വാനം ചെയ്തില്ല.
യൂത്ത് ഫ്രണ്ട് ജോസഫ് ഗ്രൂപ്പുകാരും കരിങ്കൊടി കാണിക്കാൻ വരുന്നില്ല. ആരാണ് ഈ സമരം ആഹ്വാനം ചെയ്തത്? ഈ സമരത്തിൻ്റെ കാരണം എന്താണ്? ഈ കരിങ്കൊടി കാണിക്കുന്നതിൻ്റെ, പ്രതിഷേധിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. എന്തിനാണ് എന്ന് മനസ്സിലായില്ല. എന്തിനാണെന്ന് പിടികിട്ടിയില്ല. പത്തനാപുരത്ത് നവകേരള സദസ്സ് സർക്കാരിൻ്റെ പണം ദൂർത്തടിക്കുന്നതാണ്. ചുമ്മാതെ ആകെ സർക്കാരിൻ്റെ പണം പഞ്ചായത്തിൻ്റെ പൈസ ചിലവാക്കിയ 3 ലക്ഷം രൂപയാണ്. ബാക്കി മൊത്തം സ്പോൺസർഷിപ്പായിരുന്നു. നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് നടത്തിയത്. എവിടെ ദൂർത്ത്? അങ്ങനെയാണെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്ത് എല്ലാ ജില്ലയിലും അന്നത്തെ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി നടത്തി. പന്തലിട്ടു. ഓരോ സ്ഥലത്തും ചിലവായത് 5 കോടി, 6 കോടി, 7 കോടിയാണ്. അതിന് ജനങ്ങൾ കിട്ടിയ ബെനിഫിറ്റോ 5-6 കോടിയുടെ ഗുണമാണ്. പന്തലിട്ടു, സെക്യൂരിറ്റി ഉണ്ടായി, പോലീസുണ്ടായി. അന്ന് ഇടതുപക്ഷ മുന്നണി എന്ത് പറഞ്ഞു? ഞങ്ങളിത് ബഹിഷ്കരിക്കുന്നു. ആരും അങ്ങോട്ട് പോയില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാർ പോലും അങ്ങോട്ട് പോയില്ല. ആരും കരിങ്കൊടി കാണിച്ചില്ലല്ലോ. ആരും സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു, സഹകരിച്ചില്ല. അവിടെ ഈ പരിപാടി നടന്നു. നിങ്ങൾ ആലോചിക്കണം, ആ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാമെന്ന് ജനസമ്പർക്ക പരിപാടികളെ വാഗ്ദാനം ചെയ്ത 26 കോടി രൂപ, 26,000 കോടി രൂപ കൊടുത്തത് ഇടതുപക്ഷ മുന്നണി സർക്കാരാണ് എന്ന് മറക്കണ്ട. വിവരാവകാശം വെച്ച് ചോദിച്ചു നോക്കും. നിയമസഭയിൽ തന്നെ ചോദ്യത്തിൽ പറയുന്നുണ്ട്. ആ സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കാൻ, ആ പരിപാടിയുടെ ഉദാഹരണം പറഞ്ഞുതരാം. ആ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, കാര്യം സാധിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി വരുമ്പോൾ കൊടുക്കുന്ന പരാതിയിൽ കാര്യം സാധിക്കുന്നുണ്ടോ? പക്ഷേ പണ്ടിങ്ങനല്ല. അന്നത്തെ മുഖ്യമന്ത്രി എഴുതി കൊടുത്തു. എൻ്റെ നാട്ടിലുള്ള ഒരാൾ എന്നോട് ഒന്ന് പരാതി പറഞ്ഞു, മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് തന്നു, പക്ഷേ എനിക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഓർഡർ ഇട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്, ഇയാൾക്ക് KSEB അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇദ്ദേഹത്തിന് കണക്ഷൻ കൊടുക്കാൻ ഉത്തരവിടുന്നു. ഈ പേപ്പറും കൊണ്ട് ഒരു വ്യക്തി എൻ്റെ മണ്ഡലത്തിലാൾ എൻ്റെ അടുത്ത് വന്നു. നമ്മൾ ആത്മാർത്ഥതയെക്കുറിച്ച് ആലോചിക്കണം. നമ്മൾ ഈ വെറുതെ കടലാസ് വാങ്ങിച്ച് കളിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് കൊടുത്തിട്ടും നിങ്ങൾക്ക് കറണ്ട് തരില്ലേ? ഞാൻ നേരെ KSEBയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ വിളിക്കാം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ മുഖ്യമന്ത്രി ഉത്തരവിട്ട് തന്ന ഈ പാവപ്പെട്ട മനുഷ്യന് കറണ്ട് കണക്ഷൻ കൊടുക്കാത്ത എന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, സാറേ അതേതാ സാറേ ഇതിൻ്റെ കേസ്. സാറേ അത് കൊടുത്താലേ റെയിൽവേ പുറമ്പോക്കി താമസിക്കുന്ന ആളാ. ആ കണക്ഷൻ കൊടുത്താൽ റെയിൽവേ പോലീസ് വന്ന് എന്നെ പിടിച്ചോണ്ട് പോകും. സാറ് വരത്തില്ലല്ലോ എന്നെ ഇറക്കാൻ. എന്നെ ആരാ സാറേ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്ന് ഈ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അല്ല എന്താ ചെയ്യുന്നത്? എന്ത് ആത്മാർത്ഥതയാണ്? ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തേക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിടുന്നു. എവിടെയാണെന്ന് ചോദിച്ചില്ല. ഇയാൾ താമസിക്കുന്ന കാര്യം റെയിൽവേ പുറമ്പോക്കിലാണ്. അവിടെ കറണ്ട് കൊടുക്കാൻ ചെന്നാലേ റെയിൽവേ പോലീസ് ഇയാളെ പിടിച്ചോണ്ടോ എഞ്ചിനീയറെ. പിന്നെ അയാളെ ആരെ ഇറക്കും? അയാൾ ചോദിച്ചാൽ ശരിയല്ലേ, സാറ് വരും ഇറക്കാമെന്ന് ചോദിച്ച് കറക്റ്റല്ലേ? അപ്പം അതുകൊണ്ട് ആത്മാർത്ഥത വേണം. അപേക്ഷകൾ കൊടുക്കുന്നു, അതിന്മേൽ എടുക്കാവുന്ന നടപടികൾ എടുക്കും. എല്ലാ കാര്യവും സഹായിച്ചു കൊടുക്കാൻ പറ്റുമോ? ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ എല്ലാ കാര്യവും സഹായിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ചില പരിഹസിക്കുകയും അതിനെ നിറം കെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കുക. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ നവകേരള യാത്ര വലിയ ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമാണ്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, പത്തനാപുരത്ത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊണ്ടുവരരുത്. സ്കൂളിൻ്റെ അവിടെയാണ് പരിപാടി വെച്ചത്. ഞാൻ കളക്ടറോട് പറഞ്ഞു, സ്കൂളിൻ്റെ അവിടെ വേണ്ട, പരീക്ഷ നടക്കുന്ന സമയമാണ്, മാറ്റി. വേറെ എൻ്റെ വീട്ടിൻ്റെ പുറകിൽ NSSൻ്റെ ഗ്രൗണ്ടുണ്ട്, അവിടെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങോട്ട് മാറ്റി. അവിടെയാണ് നടത്തിയത്. വലിയ ജനസഞ്ചാരം. പന്തലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചു, 8 ഏക്കർ സ്ഥലമുണ്ട്, ഇതെങ്ങനെ നിറയുമെന്ന് ചോദിച്ചു. 8 ഏക്കറിലും ആൾ നിറഞ്ഞു. ഒരു കുടുംബശ്രീക്കാരെ നിർബന്ധിച്ചില്ല, പണം പിരിക്കാൻ പറഞ്ഞില്ല, വന്നില്ലെങ്കിൽ കേസെടുക്കുമെന്നോ ഫൈൻ അടിക്കുമെന്നോ പറഞ്ഞില്ല. എല്ലാവരും ഒഴുകി വന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യം പറയുന്നത്, അല്ലാതെ പൊങ്ങച്ചു അടിക്കുന്നതല്ല. നേരിട്ട് ഒഴുകി വന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. എന്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത്? എന്താണ് അറിയേണ്ടത്? ഒഴുകി വരികയായിരുന്നു. രാവിലെ 8:30 മണി മുതൽ ഒഴുകിയെത്തിയ ആളുകൾ 1:15 മണിക്ക് മുഖ്യമന്ത്രി പ്രസംഗിച്ച് വണ്ടിയിൽ കയറി പോയതിന് ശേഷമേ പിരിഞ്ഞുള്ളൂ എന്നൊരു അത്ഭുതവും മഞ്ജുവൊക്കെ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇവരെല്ലാം പങ്കെടുത്താണ്. അതാണ് അത് കാണുമ്പോൾ ഹാലിളകിയിട്ട് ഓരോ പരിപാടികൾ നടത്തുന്നത് ശരിയല്ല. ഒരു മുന്നണിയുടെയോ ഒരു പാർട്ടിയുടെയോ ആഹ്വാനമില്ലാതെ ഇറങ്ങി നടന്ന് മുഖ്യമന്ത്രിയുടെയും മറ്റുള്ളവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയുള്ള ഏർപ്പാടല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും നേതാക്കളും ലയിച്ചു വരുമ്പോൾ നമ്മൾ അറിയേണ്ട ചില രാഷ്ട്രീയ കാര്യങ്ങൾ, ഇന്ന് കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിച്ചതേ ഉള്ളൂ. എനിക്കൊരു മറ്റൊരു ചടങ്ങിൽ മുഹൂർത്തം വെച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ളതാണ്. എന്നെ പോകാൻ അനുവദിക്കണം എന്ന അപേക്ഷയോടുകൂടി സുരേഷ് മറുപടി പ്രസംഗം നടത്തും. പൂജപ്പരയൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാൻ
എല്ലാ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന പ്രിയ സുഹൃത്തുക്കളെ മുഴുവൻ, ഞാൻ അതുപോലെ തന്നെ ആകാശിനി അടുത്ത കാലത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം വന്നത് വളരെ നല്ല പ്രവർത്തകർ, അദ്ദേഹത്തോടൊപ്പം നല്ല സജീവമായ കുറേ പ്രവർത്തകരും വന്നു. അത് ആകാശിൻ്റെയൊക്കെ സേവനം വളരെ നല്ല നിലയിൽ ഉണ്ടാകണം. അത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയിൽ ശ്രീ മോഹൻകുമാറിനെ കൂടി അല്ലേ, ഭഗവാനാണോ പാലക്കാടും തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പുതിയ സംസ്ഥാന നേതൃത്വത്തിന് ഒരു ചുമതലക്കാരൻ വരും. 2 ജില്ലകളാണ് പ്രധാനമായി കൊടുക്കുന്നത്. അതിൽ ചുമതല വരും. തീർച്ചയായിട്ടും നന്നായി പ്രവർത്തിക്കണം. സുരേഷിനോടും കൂട്ടുകാരോടും ഞാൻ പറയുന്നു, നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ നല്ല നന്മയും സ്നേഹവും പാവപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക്, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തി വെളിച്ചം പകരുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഷ് നേതൃത്വത്തിൽ കടന്നു വന്ന മുഴുവൻ സുഹൃത്തുക്കളെയും കേരള കോൺഗ്രസ് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ മതേതരത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.